ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ട്രേഡിംഗ് ആണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. ഒപ്പം മറ്റ് മാർക്കറ്റുകളും മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഡൗ ജോൺസ് 140.53 പോയിന്റ് വീക്കായിരുന്നു. S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ ബെറ്റർ ആയിരുന്നു. റസൽ 2000 സ്ലൈറ്റ്ലി വീക്കായിരുന്നു. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 20.71 ആണ്. കഴിഞ്ഞ ദിവസം അത് 23.71 ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ്. ഒപ്പം ടെക്നോളജി ഷെയറുകളും അമേരിക്കയിൽ വീണ്ടും റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ പുറത്തു വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബിലോ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിങ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ക്ലോസിങ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ആ ഒരു ലെവലിലുള്ള ക്ലോസിങ് തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഗോൾഡ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഡിസംബർ ഫ്യൂച്ചേഴ്സ് 2517.1 ഡോളർ വരെ ഉയർന്നിരുന്നു. 2522.1 ആണ് ഓൾ ടൈം ഹൈ. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് 2477 വരെ വന്നിരുന്നു. 2488 ഓൾ ടൈം ഹൈ. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ സൂചിപ്പിച്ച പോലെ ഗോൾഡ് അടുത്ത ദിവസങ്ങളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം മറ്റു കമ്മോഡിറ്റികളെല്ലാം തന്നെ റാലി ചെയ്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് കോപ്പർ. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലും റാലി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത് $81.8 പെർ ബാരലിലാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2506 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ്. അതോടൊപ്പം തന്നെ $2467 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ കമ്മോഡിറ്റികൾ ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടയില്ലാത്ത വെടിപൊട്ടിച്ച ഹിൻഡൻബർഗിൻ്റെ ന്യൂസിന് ഒരു ഇമ്പാക്റ്റ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ സ്ട്രെങ്ത്ത് കാണിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ളൊരു സ്ട്രെങ്ത്ത് കാണിക്കാനുള്ള സാധ്യതകളാണ്. Q1 റിസൾട്ടുകളാണ് നമ്മളെ സംബന്ധിച്ച് മേജറായിട്ടുള്ള ഇവൻ്റ് ആയിട്ടുള്ളത്. നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ നല്ല മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തീർച്ചയായിട്ടും ഗ്ലോബലി ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നൊരു ഇവൻ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് മേജറായിട്ടുള്ള ടോക്ക്. അതുകൊണ്ട് അത് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടായേക്കാം. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം ഗോൾഡിനും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ അവരുടെ പുതിയ ബിസിനസ്, അതായത് ഹോം സ്റ്റേ അടക്കമുള്ള സെഗ്മെൻറ്റിലേക്ക് ഇന്ത്യൻ ഹോട്ടൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലോ കാറ്റഗറി ജിഞ്ചർ മുതലുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ എക്സലൻ്റ് പെർഫോമൻസ് ആണ്. 35% ഗ്രോ ചെയ്തിരിക്കുന്നത്. പക്ഷേ നോർമൽ ട്രഡീഷണൽ ബ്രാൻഡ് 5-6% വരെ ഗ്രോ ചെയ്തിട്ടുള്ളൂ. അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന പുതിയ ബ്രാൻഡുകളിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലും ഇന്ത്യൻ ഹോട്ടലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ മാസത്തിൽ 2 ബഹ്റിൻ ഹോട്ടലുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാങ്ക്ഫർട്ട്, സ്വിറ്റ്സർലൻഡിലൊക്കെ ഹോട്ടലുകൾ അക്വയർ ചെയ്യാനുള്ള പ്ലാനിലാണ്. പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ 500 മുതൽ 1000 ജിഞ്ചർ ഹോട്ടലുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ പെർഫോമൻസ് കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എക്സലൻറ്റ് റിസൾട്ടാണെന്നല്ലേ പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നൈക്ക ഇന്നാണ് റിസൾട്ട് വരാൻ പോകുന്നത്. ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ട് ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നൈക്ക മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സ് റീഷഫ്ലിംഗ് ഓഗസ്റ്റ് 30 വരെയാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള ന്യൂസ് തന്നെയാണ്. MSCI ഇന്ത്യ ഇൻഡെക്സിൽ വോഡാഫോൺ ഐഡിയ, ഡിക്സൺ RVNL, ഓയിൽ ഇന്ത്യ, ഒറാക്കിള്, അതുപോലെ തന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, സൈഡസ് വെൽനസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബന്ധൻ ബാങ്കിനെ റിമൂവ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഓറിയോൺ പ്രോ, അതുപോലെ തന്നെ ബജാജ് ഹിന്ദുസ്ഥാൻ സുഗർ, ഐനോസ് ഗ്രീൻ എനർജി, ഐനോസ് വിൻഡ് എനർജി, ശക്തി പമ്പ്സ്, ഹെറിറ്റേജ് ഫുഡ്സ്, ഗൾഫ് ഓയിൽ ഇന്ത്യ, ലൂബ്രിക്കൻസ്, മാക്സ് എസ്റ്റേറ്റ്സ്, ഈ സ്റ്റോക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
പൊതുവെ ഈ ന്യൂസുകളെല്ലാം തന്നെ അതാത് സ്റ്റോക്കുകളെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. റൈമണ്ട് വലിയ ഗൈഡൻസ് ആണ് ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും വലിയ ഗൈഡൻസ് ആണ് നൽകിയിരിക്കുന്നത്. റൈമണ്ടിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ് അടുത്ത മാസം ലിസ്റ്റ് ചെയ്യാം. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒപ്പം എക്സിസ്റ്റിംഗ് റൈമണ്ടിൽ വീണ്ടും ഡീമർജർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ 1:1 ആണ് ഡീമർജർ റേഷ്യോ. അടുത്ത മാസങ്ങളിൽ അതിൻ്റെ റീസ്ട്രക്ചറിങ്ങും ഡീമർജറും ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബാലൻസ് ബിസിനസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ബിസിനസ്സാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ്. അതിലും ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് ഡീമർജർ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ ആപ്പിൾ ഐഫോൺ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിലാണ് ആപ്പിൾ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ 85% എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ അറൗണ്ട് 45,000 കോടി രൂപയ്ക്കുള്ള ആപ്പിളാണ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 35,000 കോടിക്ക് മുകളിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച്, ആപ്പിളിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. അഡാനി എൻ്റർപ്രൈസിൻ്റെ QIP വരുന്നുണ്ട്. അതടുത്ത മാസമാണ്. ഓൺ ട്രാക്ക് തന്നെയാണ്. ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ വെച്ച് ഒന്നും മാറ്റി വയ്ക്കാനൊന്നും പോകുന്നില്ല. മറിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അഡാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസസിൽ ലോവർ ലെവലിൽ ഒരു പക്ഷേ ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. QIPയിലെ ഡിമാൻഡ് തീർച്ചയായിട്ടും അതിൻ്റെ ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. കാരണം അടുത്ത 2-3 മാസത്തേക്ക് മാർക്കറ്റിൽ നല്ല വോളാറ്റിലിറ്റി ഒക്കെ കാണാം, സ്റ്റേറ്റ് ഇലക്ഷൻ കഴിയുന്നവരെ. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒപ്പം നല്ല മാർക്കറ്റ് റാലിയിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോയിൽ 10% ഗോൾഡ് അലോക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.